അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ കരുവന്നൂരിനെ വിസ്മരിച്ചുകൊണ്ട് എങ്ങനെയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകേണ്ട ഒരു കാര്യം അത് കരുവന്നൂർ തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിപ്പോൾ സസ്നേഹം സിനിമയിൽ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്ന പോലെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി കരുവന്നൂർ മിണ്ടരുത്. പോളണ്ട് മാത്രമല്ല, പുഷ്പനെ കുറിച്ച് പോലും ഒരു അക്ഷരം. പുഷ്പനെ കുറിച്ച് ഇപ്പം മിണ്ടാൻ പാടില്ല. പുഷ്പന്റെ അനിയൻ BJP ചേർന്നു. അപ്പോ ഈ കരുവന്നൂര് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് ഈ ഇരിങ്ങാലക്കുടയിൽ മാത്രമല്ല, ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിതമായിട്ടുള്ള മണി ലൂട്ടിംഗ് നടത്തുന്നത്, ജനങ്ങളെ വഞ്ചിക്കുന്നത്? ഇത് ചർച്ച ചെയ്യപ്പെടണ്ടേ? ഇത് ചർച്ച ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക? ഇത് സാധാരണ പ്രവർത്തകരല്ല, പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ തീവെട്ടി കൊള്ള ഈ കരുവന്നൂർ ബാങ്കിൽ നടന്നിട്ടുള്ളത്. ഇപ്പൊ പാർട്ടി നടപടി സ്വീകരിച്ചു എന്നാ പറയുന്നത്. ഒരു 6 മാസമായതുകൊണ്ട് അരവിന്ദാക്ഷൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായിട്ട് ഈ കോടികൾ കട്ടുകൊണ്ടുപോയ ഒരു കാട്ടുകള്ളൻ ജയിലിൽ കിടക്കുക. ഇപ്പോഴും CPM-ന്റെ കൗൺസിലറാണ്. എന്ത് നടപടി സ്വീകരിച്ചു? മിനിമം ജയിലിൽ കിടക്കുന്ന ആ വ്യക്തിക്കെതിരെയെങ്കിലും എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കണ്ടേ? ഇപ്പൊ AC മൊയ്തീൻ അദ്ദേഹത്തിന് 28 ലക്ഷം രൂപ ജപ്തി ചെയ്തു. ആ ജപ്തിക്കെതിരായി സുപ്രീം കോടതി പോയതാരാ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോയത്. സുപ്രീം കോടതിയിൽ ഒരു കേസ് നടത്തണമെങ്കിൽ എത്ര ലക്ഷം ചെലവാക്കണം? എന്നിട്ട് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ആ ഫയൽ എടുത്ത് കൊട്ടയിലേക്ക് ഇട്ടു. എന്താ? ഇദ്ദേഹത്തിന് കൃത്യമായ പങ്കുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് AC മൊയ്തീന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയത്. ആ ജപ്തി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി സമ്മതിച്ചില്ല. അപ്പോ ഇത് പച്ചയ്ക്ക് എന്തൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ 100 കോടി കേരള ബാങ്കിൽ നിന്ന് കിട്ടി, 80 കോടി പിരിഞ്ഞു കിട്ടി, അപ്പൊ 180 കോടിയായി. ഇവർ ഇത്രയും കാലം പറഞ്ഞത് ആകെ 80 കോടിയുടെ പ്രശ്നമുള്ളൂ എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 180 കോടി കിട്ടിയാൽ ഇവിടെ ഇനി ഒരാൾക്കും പൈസ തിരിച്ചു കിട്ടാനുണ്ടാവില്ല, എല്ലാവർക്കും പൈസ തിരിച്ചു കിട്ടിയിരിക്കും. ഇപ്പൊ ലോനപ്പേട്ടൻ പണം കിട്ടാനുള്ള രേഖയുമായി വരുമ്പോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയും അങ്ങനെയൊന്നുമില്ല, പൈസ കിട്ടാനില്ല. പൈസ കിട്ടാനുള്ള ആള് തെളിവുമായിട്ട് വരുമ്പോ പോലും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയാ പണം കൊടുക്കാനില്ല. അത് CPM ആണ് തീരുമാനിക്കുകയാണ്, പണം കൊടുക്കാനില്ല. CPM പറഞ്ഞ പിന്നെ അതിന് മേലെ അപ്പീലില്ല. ലോനപ്പേട്ട നിങ്ങൾ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. പണം കിട്ടാനില്ല എന്ന് CPM പറഞ്ഞാൽ പണം കിട്ടാനില്ല, മനസ്സിലായോ? നാളെ ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തല പോലും കാണില്ല. VB ചെറിയാൻ ഒരു അഭിമുഖത്തിലിരുന്ന് പറഞ്ഞ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം വളരെ വൈറലാണ്. VB ചെറിയാൻ പറഞ്ഞു, CPM-നെ കുറിച്ച് വലിയ നേതാവായിരുന്നു CPM-ന്റെ. അദ്ദേഹം പറഞ്ഞു, പാർട്ടി ഓഫീസിൽ ഒരു സ്ത്രീ വന്ന് പരാതി പറഞ്ഞു, എന്നെ സഖാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി, അതാണ് പരാതി. അപ്പൊ പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ചു. അങ്ങനെ പാർട്ടി അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചു, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അവിടെ അവർ ഗർഭിണിയല്ല. ഇതാണ് പാർട്ടി അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. അങ്ങനെ 10 മാസം കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടൊന്നും ഗർഭിണിക്ക് അറിയില്ലല്ലോ. 10 മാസം കഴിഞ്ഞപ്പോൾ അവർ പ്രസവിച്ചപ്പോൾ പാർട്ടി യോഗം കൂടി. പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെതിരായി പ്രസവിച്ച ആ വനിതയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇതാണ് പാർട്ടി, ഇതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല. ഇത് VB ചെറിയാൻ എന്ന് പറയുന്ന സഖാവ് ചാനലിൽ ഇരുന്ന് പറഞ്ഞ കഥയാണ്. ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ ആക്ഷേപമുണ്ടെങ്കിൽ ഇന്ന് വരെ ഇതിനെക്കുറിച്ച് ഒരു കേസ് കൊടുത്തിട്ടില്ല. പബ്ലിക് ഡൊമൈനിൽ ഇത് അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രീതി. അവരെന്ത് പറഞ്ഞാലും അതാണ് ശരി. അവർക്ക് എന്തും പറയാം, മറ്റുള്ളവരെ ഒന്നും പറയാൻ പാടില്ല. ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി. ഇതാണ് കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്. ഇവിടെ കരുവന്നൂരിൽ ഒരു തട്ടിപ്പൊക്കെ നടത്താൻ വേണ്ടി, ആ തട്ടിപ്പുകാരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി. അങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ സമയത്താണ് നേതാക്കന്മാർക്ക് സംരക്ഷണ കവചം ഒരുക്കാൻ വേണ്ടി ഇപ്പൊ കുറെ പണമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് കുറച്ചാളുകൾക്ക് വിതരണം ചെയ്തത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തരികട മാത്രമാണ്. ഇതുകൊണ്ടൊന്നും പ്രശ്നം തരില്ല. നിങ്ങൾ കട്ടുകൊണ്ടുപോയ പണം, നിങ്ങളുടെ നേതാക്കന്മാര് മോഷ്ടിച്ച് കൊണ്ടുപോയ പണം, ആ പണം ഇവിടെ തിരികെ എത്തണം. അത് തിരികെ എത്തിക്കുന്നത് വരെയാണ് BJP-യുടെ നിയമ പോരാട്ടം. ഒരു സംശയവും വേണ്ട. അതിന് പദയാത്ര നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ 3 കേസാണ് ചാർജ് ചെയ്തത്. 3 കേസ്. കാരണം എന്താ? പാവപ്പെട്ടവന് പണം തിരിച്ചു കിട്ടണം എന്ന് ആവശ്യപ്പെട്ട ഒരു പദയാത്ര നടത്തിയതിന് 3 കേസ് സുരേഷ് ഗോപിയുടെ പേരിൽ. ഞാൻ ഉൾപ്പെടെയുള്ള BJP പ്രവർത്തകർ 500 പേർക്കെതിരെ കേസാണ്.
ഇതാണ് കമ്മ്യൂണിസ്റ്റ് നയം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കരുവന്നൂർ ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് ചർച്ച ചെയ്യും. ഇത് മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സുനിൽകുമാർ, അദ്ദേഹം ഈ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നല്ലോ. 3 പേര് ഇവിടെ ആത്മഹത്യ ചെയ്തു, 2 പേര് ചികിത്സ കിട്ടാതെ മരിച്ചു. നിരവധി ആളുകൾ അത്രയധികം കഷ്ടപ്പെടുന്നു. പെൺമക്കളുടെ കല്യാണം നടത്താൻ ഗതിയില്ലാതെ, വീട് പണിയാൻ ഗതിയില്ലാതെ എത്രയെത്ര ആളുകൾ. ഈ സുനിൽകുമാർ എവിടെയായിരുന്നു? ഈ ആത്മഹത്യ ചെയ്ത മുകുന്ദേട്ടന്റെ വീട്ടിൽ പോയോ? ജോസേട്ടന്റെ വീട്ടിൽ പോയോ? ചികിത്സ കിട്ടാതെ മരിച്ച ശശിയേട്ടന്റെ വീട്ടിലൊന്ന് പോകാൻ തയ്യാറായോ? രാമേട്ടന്റെ വീട്ടിലൊന്ന് പോകാൻ തയ്യാറായോ? ജനങ്ങളെ അഭിമുഖീകരിച്ച് വോട്ട് തേടി വരുന്നുണ്ടല്ലോ സുനിൽകുമാർ. നിങ്ങൾ ചോദിക്കണം, കരുവന്നൂരിൽ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട്, ഇത്രയും ആളുകൾ മരിച്ചിട്ട് സുനിൽകുമാർ എന്തു ചെയ്തു? ഈ കാട്ടുകള്ളന്മാർക്കെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം ഉരിയാടാൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇതുവരെ തയ്യാറായോ? അദ്ദേഹം ഈ കാട്ടുകള്ളന്മാർക്ക് കുടപിടിക്കുകയായിരുന്നു, അവരെ സംരക്ഷിക്കുകയായിരുന്നു. അവർ സുനിൽകുമാർ ഇരകൾക്കൊപ്പമായിരുന്നില്ല, വേട്ടക്കാർക്കൊപ്പമായിരുന്നു. ഇന്നും വേട്ടക്കാർക്കൊപ്പമാണ്. ഇന്ന് ഈ നിമിഷം വരെ ഒരക്ഷരം കരുവന്നൂരിലെ കൊള്ളക്കാർക്കെതിരെ സംരക്ഷിക്കാൻ തയ്യാറായിട്ടില്ല ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. അതിനുള്ള തിരിച്ചടി ഈ ഇരിങ്ങാലക്കുടയിലെ കരുവന്നൂരിലെ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.